ഹലോ, നമ്മൾ ഇവിടെ എന്താ പഠിക്കാൻ പോകുന്ന ക്ലാസ് 12th ഒരു ചാപ്റ്റർ ആണ് जमीन एक स्लेट का नाम है. चित्र से क्या तात्पर्य है? क्वेश्चन मार्क ആണ്. ചിത്ര തന്നിട്ടുണ്ട് ഇവിടെ. अग्नि की उड़ान किस विद्या की रचना है? अग्नि की उड़ान, विंग्स ऑफ फायर. അത് आत्मकथा में जीवन के अविस्मरणीय प्रसंगों का सच्चा चित्रण होता है. ऐसा एक आत्मकथा का मार्मिक प्रसंग पढ़े. इधर प्रसंग पोलेയാണ്. जमीन एक स्लेट का नाम है. 3 अप्रैल को मेरी तरदाद सेवा समाप्त कर दी गई और मैं बोरिया बिस्तर समेटकर अम्मा सहित बिलासपुर आ गया. 3 अप्रैल को 30 अप्रैल को 30 ഏപ്രിൽ മാസത്തിൽ 30-ാം ദിവസം അവരെ ജോലി സമാപ്ത് കർ ദി ഗയി, സേവ സമാപ്ത് കർ ദി ഗയി, തീർന്നിട്ട് മേ ബൊരിയ ബിസ്തർ സമേട്കർ, ഞാൻ എൻ്റെ കട്ടിലും കിടക്കയും എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അമ്മ കെ സാത്ത്, അമ്മ സഹിത് എന്ന് പറയുമ്പോൾ അമ്മയുടെ കൂടെ, സഹിത് എന്ന് പറയുമ്പോൾ സാത്ത്, ബിലാസ്പൂർ ആകെ, ബിലാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. छोटा भाई गुड्डू लिवाने आया था ताकि सामान लाने में अकेले मुझे कठिनाई ना हो. छोटा भाई ചെറിയ അനിയൻ ഗുഡ്ഡു ലിവാനെ ആയാ था, ലിവാനെ ആയ മീൻസ് സ്റ്റേഷനിൽ വന്നായിരുന്നു എന്ന്, ഇവരെ പിക്കപ്പ് ചെയ്യാൻ, ഇവരെ എടുക്കാൻ. താക്കി സമാൻ ലാനെ മേ അക്കേലെ മുझे कठिनाई ना हो, സാധനങ്ങൾ പൊക്കാൻ അക്കേലെ മുझे കഠിനായി ना हो, ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ, ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ ചെറിയ അനുജൻ സാധനം എടുക്കാൻ വന്നായിരുന്നു എന്ന്. सामान लाना इसलिए जरूरी था कि अगले वर्ष पुनः साक्षात्कार में मैं चुन ही लिया जाऊं, इसकी गारंटी नहीं थी. അപ്പോ സമാൻ ലാന इसलिए जरूरी था, സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് എന്തുകൊണ്ട് വന്നേക്ക്, അടുത്ത വർഷം അഗലെ വർഷ, അടുത്ത വർഷം പുനഃ രണ്ടാമത് സാക്ഷാത്കാർ मैं चुन ही लिया जाऊं, इसका गारंटी नहीं था. അഡ്മിഷൻ കിട്ടുന്നു അല്ലെങ്കിൽ അവിടെ സീറ്റ് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അത് കാരണം സാധനങ്ങളെല്ലാം രണ്ടാമത് എടുക്കണമായിരുന്നു. बिलासपुर के घर में ताला लगाकर सारा परिवार गांव पहुंचा. बिलासपुर के ബിലാസ്പൂരിലെ വീട്ടില് താല ലഗാക്കർ, പൂട്ടിട്ടിട്ട് സാര പരിവാർ ഗാവ് പहुंचा, എല്ലാ വീട്ടിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഗാവിലേക്ക് എത്തി, വില്ലേജിലേക്ക് എത്തി. അർസെ കെ ബാദ് ഗാവ് കെ അന്തർ की लिपाई पुताई की गई. അർസെ കെ ബാദ് എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള അർത്ഥത്തിലാണ്. ഗാവിലെ വില്ലേജിലെ വീട്ടിൽ, ഇവര് ബിലാസ്പൂർ ഒരു ടൗൺ ആണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് ഇവരെ ഗാവിലേക്ക് പോയി, ഇവരെ വില്ലേജിലേക്ക് പോയി, ഇവരെ അച്ഛന്റെയോ അമ്മാമ്മൂടെ അപ്പൂപ്പന്റെ ഒക്കെ വീട്ടിൽ, അതിനാണ് പറയുന്നത് ഗാവാണ്. അപ്പൊ ഭയങ്കര ഇന്റീരിയർ ആണ്. അപ്പൊ അർസയ്ക്ക് ബാദ് കുറെ നാൾ കഴിഞ്ഞിട്ട് ഗാവിലെ വീട്ടില് ഗാവ്ക്ക് ഘർക്കി ലിപ്പായി പുത്തായി की गई. അപ്പൊ വൈറ്റ് വാഷ് ചെയ്യുന്നതാണ് ലിപ്പായി പുത്തായി എന്ന് പറയാ. की गई. बहुत दौड़ भाग के बाद जमीन का खरीदार मिला 12,000 प्रति एकड़ की दर से, जैसे कि अनुमान था. बहुत दौड़ भाग के बाद, കുറെ അങ്ങോട്ട് ഓടി അന്വേഷിച്ചതിന് ശേഷമാണ് ജമീൻ കാ ഖരീദാർ മില, ജമീൻ മേടിക്കാൻ ഒരാളെ കണ്ടെത്തിയത്. 12,000 പ്രതി एकड़, 12,000 12,000 ഒരു एकड़ की दर से, ഒരു ഏക്കടക്ക് വിലയാണ് അത് പറയുന്നത്. ജैसा അനുമാൻ था, അത് ഇവരെ ആലോചിച്ച അത്ര കാശിനകത്ത് കുറെ നാള് കഴിഞ്ഞിട്ട് ഒരാള് വാങ്ങിക്കാൻ വന്നേ, സ്ഥലം വാങ്ങിക്കാൻ വന്നേ. कुछ और कीमत आ सकती थी मगर मजबूरी का फायदा सभी उठाते. കുറച്ചും കൂടി कुछ और कीमत, കുറച്ചും കൂടി കാശ് കിട്ടിയേനെ, പക്ഷേ മഗർ മജ്ബൂരി का फायदा, എല്ലാവരും നമ്മളെന്താ ചെയ്യുന്നത്, മജ്ബൂരി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം നേരത്തെ എല്ലാവരും അതിനെ നമ്മളെ ഉപയോഗിക്കും ആൾക്കാർ. മജ്ബൂരി കാ ഫായദ സബി ഉഠാത്തെ. അപ്പൊ പെട്ടെന്ന് വിറ്റ് പോകണം, അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന പെട്ടെന്ന് വിറ്റ് പോകുമ്പോ കുറച്ച് കാശില് മേടിക്കാനേ ഉണ്ടാവുള്ളൂ. മേടിക്കുന്നവർക്കും അറിയാം കുറെ കാശ് കണ്ടെന്ന്. हमारे पास समय ना था, ഇവരേല് സമയം ഇല്ലായിരുന്നു. ഷാദിക്ക് തയ്യാറിയാ ശുरू करनी थी, കല്യാണത്തിന്റെ എല്ലാ പ്രിപ്പറേഷനും, കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. ഭവിഷ്യ നിധി സേ ഭി കുछ 1,000 रुपये പിതാജി നിക്കാൽ ലായേ थे. ഭവിഷ്യ നിധി സേവി, അപ്പൊ അങ്ങനെ ഫ്യൂച്ചർ ഫണ്ട്, അങ്ങനെ എന്തെങ്കിലും ഫണ്ട് കാണും, അതിനകത്തുനിന്നും പിതാജീനെ
कुछ हजार रुपए കുറച്ച് 1000 കാശ് അച്ഛൻ അവിടുന്നും എടുത്തായിരുന്നു. दीदी बहुत भावुक हो गई थी और बात बात पे रो पड़ती थी. दीदी ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഭാവുക്കോണെന്ന് പറയുമ്പോൾ ഇമോഷണൽ ആയി പോയായിരുന്നു. ആ ബാത് ബാത് പേ റോ പടുത്തി थी. അത് ഓരോ ഇടയ്ക്കിടയ്ക്ക് വർത്തമാനത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിൽ കരയുമായിരുന്നു എന്ന് പറയും, വിഷമം കാരണം. മണ്ഡപ് ലഗാ ദിയാ ഗയാ ഥാ. മണ്ഡപമൊക്കെ വെച്ചായിരുന്നു എന്ന് പറയും. ഷാദി കാ കാർഡ് ഛപ് ഗയ. ഷാദിയുടെ കാർഡ് റെഡി ആയിരുന്നു. മെഹമാൻ ആനെ ലഗി. മെഹമാനുകൾ വരാൻ തുടങ്ങി. മീൻസ് ഗസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങിയായിരുന്നു കല്യാണത്തിന്. ഹൽദി തേൽ ചढ़ाना शुरू हो गया था. ഹൽദി ലഗായിക്കൽ ശുരു ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോർത്ത് ഇന്ത്യയിലെ കല്യാണത്തിനാണെങ്കിൽ ഹൽദി എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അതിനകത്ത് മഞ്ഞൾ തേക്കുന്നത്. എല്ലാവരും പെണ്ണിനൊക്കെ മഞ്ഞൾ തേക്കാം. അപ്പൊ ഹൽദി തേലും चढ़ाना शुरू कर दिए थे. हम सब व्यवस्था से संतुष्ट थे, पर मन जैसे अभी से खाली खाली और उदास था. हम सब व्यवस्था से संतुष्ट थे. हम सब എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അറേഞ്ച്മെന്റ്, ഈ അറേഞ്ച്മെന്റിനോട് സന്തോഷമായിരുന്നു. പർ മൻ, പക്ഷെ മനസ്സ് എവിടെയോ ഖാലി ഖാലി, മനസ്സ് എവിടെയോ എംപ്റ്റി ആയിരുന്നു. എന്തോ ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഓർ ഉദാസ് था, മനസ്സ് വിഷമിക്കായിരുന്നു. ജോ उपस्थित था उसकी अनुपस्थिति अभी से दिल में घर कर गई थी. जो उपस्थित था मीन्स ആരാണ് അവിടെ ഉള്ളത്, അവരുടെ ഇല്ലായ്മ ഇപ്പോഴേ ഹൃദയത്തിൽ വരാൻ തുടങ്ങിയായിരുന്നു. ജോ ദിൽ മേ ഘർ ഘർ ഗയി थी. അപ്പൊ ഒരു ചേച്ചി പോയിട്ടില്ല. ജോ ഉപസ്ഥിത് അവൾ എപ്പോഴും ഉണ്ട്, പക്ഷെ എന്നാലും ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു മനസ്സിൽ വന്നിരുന്നത്. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഇവര് വീട്ടിൽ നിന്ന് പോവില്ല, അപ്പൊ ഇല്ലാണ്ടാവും. ആ ഫീലിംഗ് ഇപ്പോഴേ വരാൻ തുടങ്ങിയായിരുന്നു. ജിസ് ദിൻ ജമീൻ की രജിസ്ട്രി होनी थी. ജിസ് ദിൻ, ഏത് ദിവസം ഈ ലാൻഡില് ഈ നമ്മുടെ ഈ സ്ഥലത്തെ രജിസ്ട്രി ചെയ്യേണ്ട ദിവസമായിരുന്നു. ഉസ്കെ ഏക് ദിൻ പഹലെ, അതിന്റെ ഒരു ദിവസം മുമ്പ് പിതാജി അവനെ अपने साथ खेत चलाने को कहा. അവന്റെ കൂടെ കൊണ്ട് പാടത്ത് പണിയാൻ പറഞ്ഞു. घर में मेहमान थे, വീട്ടിൽ ഇഷ്ടം പോലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. और विवाह से संबंधित जरूरी काम भी था. പിന്നെ കല്യാണത്തിൻ്റെതായ കുറെ സംബന്ധിത്ത് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് കുറെ ജറൂരി കാം, കുറെ ആവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. मैं इस अप्रत्याशित प्रस्ताव से कुछ चकित था. അവനാണെങ്കിൽ ഒരു അത്ഭുതം തോന്നി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞപ്പോ, പാടത്ത് വന്ന് പണിയാൻ പറഞ്ഞപ്പോ. एक दो दिन बाद कभी चलेंगे पिताजी कुछ फुर्सत में. അപ്പൊ പറയും एक दो दिन बाद, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോകാന്ന് പറയും. കുച്ച് ഫുർസത്ത്, ഒരു സമയം കിട്ടുമ്പോ പോവാന്ന് പറയും. അഭി തോന്നു പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആവും, കാരണം ഇത്രയും പണിയുണ്ടല്ലോ. കൽ രജിസ്ട്രി के बाद वह जमीन अपनी कहाँ रह जाएगी. കൽ രജിസ്ട്രി के बाद, നാളെ രജിസ്ട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മുടെ അല്ലല്ലോ എന്ന് പറയും, വേറെ ആരെങ്കിലും ആയി പോയില്ലേ. ഫിർ ദൂസരേ ദിൻ की जमीन में क्या जाना. അത് കഴിഞ്ഞ പിന്നെ മറ്റുള്ളവരെ പാടത്തേക്ക് എന്തിനാ പോകുന്നത്. ധീരെ സെ പോലെ, ഒരു പതുക്കെ പറഞ്ഞു. വാക്യം മുझे आहत कर गया. ഈ കാര്യം അവന് ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ് കൊണ്ടുവന്ന പോലത്തെ ഒരു കാര്യമായി പോയി. കാരണം അത് വിൽക്കുള്ളൂ, പിന്നെ അതിനകത്ത് പണിയാൻ പറ്റില്ലല്ലോ. ഉസ്കി പീഡാമേ സമജ് രഹാ താ. അപ്പോ ആ അച്ഛന്റെ വിഷമം അവന്, ഉസ്കി പീഡ എന്ന് പറയുമ്പോ വിഷമം, മേ സമജ് രഹാ താ, മോന് മനസ്സിലാവുമായിരുന്നു. മുझे खुद बहुत अच्छा नहीं लग रहा था. मुझे खुद, എനിക്ക് സ്വയം बहुत अच्छा नहीं लग रहा था. എനിക്ക് സ്വയം ഭയങ്കര നല്ലത് തോന്നിയില്ലായിരുന്നു. ഭയങ്കര വിഷമായിരുന്നു അച്ഛനെ പറ്റി ഓർത്ത്. खेतों में पहुंचकर वे सूर्यास्त तक उन खेतों में टहलते रहे जो बिकने वाले थे. അപ്പോ खेतों में पहुंचकर, ആ പാടത്തെത്തിയിട്ട് സൂര്യാസ്ത് വരെ, സൂര്യാസ്ത് വരുമ്പോൾ സൺസെറ്റ് വരെ ഉൻ ഖേത്തോമേ, ആ ഖേത്തില് ടഹലത്തെ രഹുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കിക്കൊണ്ടിരുന്നു. ജോ ബിക്കനെ വാലെ ഥേ, ജോ നാളെ വിറ്റ് പോവാനുള്ള ആ പാടായിരുന്നു. വേ ഖാമോഷ് ഥേ, ഒരു ഭയങ്കര സൈലന്റ് ആയിരുന്നു, ഒന്നും പറയുന്നില്ലായിരുന്നു. കുച്ച് ബോൽ നഹീ രഹേ ഥേ, ഒന്നും പറയുന്നില്ലായിരുന്നു. മഗർ, പക്ഷേ ഉൻകെ ഭീതർ കാ ഹാഹാകാർ മേരി സമജ് മേ ആ രഹാ ഥാ. മഗർ, പക്ഷേ ഉൻകെ ഭീതർ കാ, എന്റെ അകത്തുള്ള ആ ഒരു വിഷമവും വേദനയും മേരി സമജ് മേ ആ രഹാ ഥാ, മോന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മേനെ ഝുക്കർ മിറ്റി കോ ഛുവാ, മേനെ ചുക്കർ എന്ന് പറയുമ്പോൾ കുനിഞ്ഞിട്ട് മിറ്റി കോ ഛുവാ, ആ മണ്ണിനെ ഒന്ന് തൊട്ടു. ചുപ് ചാപ് പിതാജി കെ ദേഖെ ബഗൈർ, അച്ഛൻ കാണാതെ, ചുപ്ചാപ്പ് ഇണ്ടാതെ, പിതാജിക്ക് ദേഖെ ബഗൈർ, അച്ഛൻ കാണാത്ത സമയത്ത് അവൻ കുനിഞ്ഞിട്ട് ആ മണ്ണിനെ ഒന്ന് തൊട്ടു. क्या जमीन एक स्लेट का नाम है जिस पर हमारे बचपन की कविता लिखी है. അപ്പോഴാണ് ഈ ചാപ്റ്ററിന്റെ ഇത് വരുന്നത്. क्या जमीन,
ഈ നിലം ഒരു സ്ലേറ്റ് ആണോ ചോദിക്കും. ജിസ് പർ അതുമേ ഹമാരെ ബച്പൻ കി കവിത ലിഖിയ, നമ്മുടെ ചെറുപ്പത്തിലെ കഥ മുഴുവൻ എഴുതിയിരിക്കുന്ന ഒരു സ്ലേറ്റ് ആണോ എന്ന് അവനിങ്ങനെ മനസ്സിലാക്കും. ഷായദ് ഏക് ഫൂൽ കാ നാം ഹൈ ജിസ്കെ രംഗ് മേ ഹമാരെ രക്ത് കി ചമക് ഹൈ, അതോ ഒരു ഫൂലാണോ, ഫൂലിന്റെ പേരാണോ സമീന്ന് ജിസ്കെ രംഗ് മേ ഹമാരെ രക്ത് കി ചമക് ഹൈ, അതിന്റെ ജിസ്കെ രംഗ് മേ അതിന്റെ രക്തത്തിൽ അതിന്റെ കളറിൽ നമ്മുടെ രക്തത്തിന്റെ ഒരു തിളക്കമുണ്ട് എന്ന് ഇങ്ങനെ ആലോചിക്കും. അഗ്ലേ ദിൻ രജിസ്ട്രി കാ പിതാജി ഖാമോശ് ഹൈ, അഗ്ലേ ദിൻ രജിസ്ട്രി തക്, പിറ്റേ ദിവസം രജിസ്റ്റർ ചെയ്യണ സമയം വരെ പിതാജി ഖാമോശ് थे, പിതാജി ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഖാമോശ് എന്ന് പറയുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുക. ബസ് ഹൂ ഹാ കർത്തേ थे, ബസ് ഹാ ഹൂ അല്ലെ തലയാട്ടുക, അത്രേ സംസാരിച്ചിരുന്നുള്ളൂ ഈ മനുഷ്യൻ, ഈ പിതാജി. മെഹമാനോ കെ സാമനെ ഭി ഔപചാരികത നിഭാന കഠിൻ ഹോ ഗയാ था, മെഹമാനോ കെ സാമനെ, ഗസ്റ്റിന്റെ മുമ്പിലും ഔപചാരികത എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗസ്റ്റിന്റെ മുമ്പിൽ ഒരു അപ്പിയറൻസ് കാണിക്കണമല്ലോ, അത് വരെ ബുദ്ധിമുട്ടായി തുടങ്ങിയായിരുന്നു. നിഭാന കഠിൻ ഹോ ഗയാ था. कैश गिनकर ले लिया गया, कैश എണ്ണി കൊടുത്തായിരുന്നു. പിതാജിനെ രജിസ്ട്രി के कागजात पर हस्ताक्षर कर दिया, പിതാജിനെ രജിസ്റ്റർ ചെയ്യുന്ന കാഗസാത്ത് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ പേപ്പറിൽ ഹസ്താക്ഷർ ചെയ്തായിരുന്നു. ഹസ്താക്ഷർ എന്ന് പറയുമ്പോൾ സൈൻ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് ഇതിന്റെ പാർട്ട് 1 ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതുവരെ ഈ ചാപ്റ്റർ മനസ്സിലായി കാണുന്നു. പിന്നെ പാർട്ട് 2 ഞാൻ നെക്സ്റ്റ് തന്നെ ഇടും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുന്നു ഞാൻ കരുതുന്നു. ഞാൻ കുറച്ച് സ്ലോലി ട്രൈ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ